ലാലേട്ടനോടൊപ്പമുള്ളവരും ലാലേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഈ ഒരു സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇറ്റ്സ് എന്താ പറയാ ഡിസേർവിംഗ് അവാർഡാണ്. ബിക്കോസ് ദാദാ പാൽക്കെ സാഹിബിനെ പറയുമ്പോൾ ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ അല്ലേ. അപ്പോ സിനിമയിലെ ദ ഹയസ്റ്റ് അവാർഡാണ് ഇത്. അപ്പോൾ അത് ലാലേട്ടനക്ക് കിട്ടിയത് എനിക്ക് വളരെ വളരെ സന്തോഷം. തന്മാത്രയില് അത് ഐ തിങ്ക് വേൾഡില് ഒരു നടനും അങ്ങനെ അഭിനയിക്കാൻ പറ്റൂല. ഒരു അൽസൈമേഴ്സ് അങ്ങനെ അങ്ങേരു ഇസ് വാസ്റ്റ് ടാലന്റഡ് ആക്ടറാണ്, മൾട്ടിഫെസറ്റഡ്. ഇന്ത്യ മൊത്തം ആദരവോട് കാണുന്ന ഒരു അവാർഡാണത്. അന്ന് മിഥുൻ ചക്രവർത്തി വളരെ ഇമോഷണലായിട്ടാണ് ഈ അവാർഡിനെ പറ്റി സംസാരിച്ചത്. അപ്പം ഇതെൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടും കണ്ണിൽ കിടക്കുന്നതുകൊണ്ടും ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് നമ്മുടെ ലാൽ സാറിനാണല്ലോ, ലാലേട്ടനാണല്ലോ എന്നുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത അവാർഡ് തന്നെയാണ്. അത് എന്തുകൊണ്ടും അറിയിക്കുന്ന ഒരാളാണ്. അത് കുറച്ച് വൈകിയെങ്കിലേ ഉള്ളൂ. വൈകി. അപ്പോൾ അദ്ദേഹം നമ്മൾ ഈ മറ്റേ തുടരുമില്ല അവസാനം എഴുതി കാണിച്ച പോലെ തന്നെ മോഹൻലാൽ തുടരും എന്ന് പറയുന്നതിൻ്റെ എന്തുകൊണ്ടാണ് തുടരുമെന്ന് പറയുന്നതിൻ്റെ കാര്യകാരണങ്ങളാണ് ഇങ്ങനെ ഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ വയസ്സൊക്കെ നോക്കിയിട്ടാണ് ദാദാ സാഹിബ് അവാർഡ് ഇത്രയും കാലങ്ങളൊക്കെ ഇരുന്നതിന് ശേഷം എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ ഇന്നലെ ലാലിനത് കിട്ടിയ സമയത്തുള്ള ആ ഒരു എൻ്റെ മനസ്സിൽ ഇത്രയും പെട്ടെന്ന് വന്നോ എന്നുള്ളൊരു തോന്നലും, അത് വരും എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ അത് പെട്ടെന്നൊന്നുമില്ല. ഈവൻ ലാലടക്കം ഷോക്കടിച്ചു വന്നു. ഇപ്പോൾ കാലത്ത് ഇന്നലെ ഞാൻ വിളിച്ചിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. ഇന്ന് കാലത്ത് അമ്മയെ കണ്ട് പുറത്തിറങ്ങി വഴിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അണ്ണാ ഞാൻ ഷോക്കിൽ, അണ്ണാ ഞാനും ഷോക്കിലാണ്. ഇദ്ദേഹത്തെ പോലൊരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ല, തീർച്ചയായിട്ടും ഇത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം, ഒരു ചലച്ചിത്രകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം നമ്മുടെ മോഹൻലാലിന് അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യമെന്ന നിലയിൽ അതിനെ നോക്കിക്കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ആദ്യത്തെ 2 ദേശീയ പുരസ്കാരങ്ങൾ എൻ്റെ സിനിമകളോട് ലഭിച്ചു. അതൊക്കെയും എൻ്റെ സ്വകാര്യമായ അഭിമാനവും സന്തോഷവുമാണ്. സ്വന്തം ചേട്ടന് കിട്ടിയ ഒരു അംഗീകാരം പോലെയല്ലേ നമുക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ചേട്ടൻ്റെ നമ്മളോടുള്ള സമീപനം. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ കിട്ടിയ ഒരു നമ്മുടെ ഒരു അംഗീകാരം പോലെ എന്ന് വെച്ചാൽ അത് തന്നെയല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ ഇത്രയധികം കഴിവുള്ള, ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന, ഇത്ര മഹാനായ ഒരാൾ എത്ര എളിമയോടുകൂടിയാണ് അംഗീകാരത്തെ കാണുന്നത്. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു വലിയ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ അംഗീകാരം തീർച്ചയായിട്ടും ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ പരമോന്നത ഒരു പദവിയായിട്ട് കാണുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഭിനയത്തിൻ്റെ വ്യത്യസ്തമായ സാധ്യതകളെക്കുറിച്ച് നിരന്തരമായി മനസ്സിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വമാണ് മോഹൻലാൽ.